കേരള സ്കൂൾ കായികമേള 2025 ചരിത്രത്തിലേക്ക് ഒരു കുതിപ്പ് എന്നാണ് അഡ്വർടൈസ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒളിമ്പിക്സ് മാതൃകയിൽ രണ്ടാമത് സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് എന്നാണ്. ഒളിമ്പിക്സ് പോലെ, ഒളിമ്പിക്സിനോട് താരതമ്യം ചെയ്യത്തക്ക അത്ര സർവ സജ്ജീകരണങ്ങളോടും മേളക്കൊഴുപ്പോടും കൂടി എന്ന് മാത്രമല്ല അത്ര പ്രഗത്ഭർ പങ്കെടുക്കുന്ന, അതാണല്ലോ നമ്മുടെ ഒളിമ്പിക്സിന്റെ പ്രത്യേകത. ആഗോള തലത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠർ, ഓരോ രംഗത്തെയും ഏറ്റവും മിടുക്കർ പങ്കെടുക്കുന്ന മേളയാണ് ഒളിമ്പിക്സ്. അപ്പൊ അതുപോലെ കേരളത്തിലെ രണ്ടാമത്തെ ഒളിമ്പിക്സ് എന്നൊക്കെയാണ് ഇവിടെ അഡ്വർടൈസ്മെന്റിൽ കൊടുത്തിരിക്കുന്നത്. എന്തുമാകട്ടെ, ഈ രണ്ടാമത്തെ ഒളിമ്പിക്സ് എന്നൊക്കെ പറഞ്ഞ സ്കൂൾ കായികമേള നടത്തുമ്പോൾ നമ്മൾ ഓർക്കണം കേരളത്തിലെ കായിക മേഖലയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ് എന്ന്. സ്കൂൾ അവസ്ഥ തന്നെ ഇപ്പൊ ഇതാ നമുക്കറിയാം, PM ശ്രീയിൽ നിന്ന് ഇതുവരെ വിട്ടുനിൽക്കുന്നു എന്ന് പറഞ്ഞിരുന്ന ഗവൺമെന്റ് 1500 കോടി രൂപ നഷ്ടപ്പെടും എന്ന ഭയം കൊണ്ട് അതിൽ ചേരാൻ പോകുന്നു. അതിന്റെ ഭയമൊന്നും അല്ല, പുറകിൽ വേറെയും കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്തായാലും അതിൽ ചേരാൻ പോകുന്നു എന്ന് പറയുന്നു. ഇനി ചേർന്നിട്ട് എന്താ കാര്യം? ഇത് 6 മാസത്തോടെ കഴിയുമ്പോഴത്തേക്കും ഈ വർഷവും തീരുകയാണ്, ഈ ഭരണവും തീരുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഈ 1500 കോടി കിട്ടിയാൽ അതും വകമാറ്റി ചെലവഴിച്ച് ഇലക്ഷൻ നന്നായിട്ട് കൊഴുപ്പിക്കാം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ആകട്ടെ. നമുക്കിപ്പോഴത്തെ ഈ അടുത്ത നാളുകളിൽ വന്ന പല വാർത്തകളും നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും. എന്തായിരുന്നു ആ വാർത്തകള്? നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റല്, സ്പോർട്സ് സ്കൂള്, ഇതൊക്കെ സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരം ഒക്കെ തിരുവനന്തപുരത്താണ്. അപ്പൊ ഈ സ്പോർട്സ് കൗൺസിലിന്റെ സ്പോർട്സ് ഹോസ്റ്റലിന്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു? ആ ഹോസ്റ്റലിലെ എന്താണ് പറയുക, പാചകക്കാർക്ക് ശമ്പളം ഇല്ലാതെയായിട്ട് വളരെ നാളുകളാകുന്നു. അതുപോലെ തന്നെ ഭക്ഷണത്തിനുള്ള സാധന സാമഗ്രികൾ വാങ്ങാൻ നിവൃത്തിയില്ലാതെയായിട്ട് വളരെ നാളുകളാകുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സ്പോർട്സ് ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുന്ന കുട്ടികളുടെ ആയുരാരോഗ്യങ്ങൾ എങ്ങനെയിരിക്കും, അവരുടെ മികവ് എങ്ങനെയിരിക്കും എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോവുകയില്ലേ? അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇപ്പോ ഈ ഒളിമ്പിക്സ് മേള പോലെ സ്കൂൾ കായികമേള നടക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണ് ചിരിക്കാതിരിക്കാൻ തോന്നുക? ശരിയാണ്, കേരളത്തിലെ ഒരു ഒളിമ്പിക്സിലേക്ക് ധാരാളം പേരെ വിട്ടിട്ടുള്ള ഒരു നാടാണ് കേരളം. ഒരു സ്പോർട്സിന്റെ, സത്യം പറഞ്ഞ ഇന്ത്യയിൽ തന്നെ സ്പോർട്സിന്റെ ഈറ്റില്ലം പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള സ്ഥലമാണ് കേരളം. നമുക്കറിയാം PT ഉഷ, അഞ്ജു ബോബി ജോർജ്, ശ്രീജേഷ്, അതുപോലെ ഷൈനി വിൽസൺ, ഇങ്ങനെ എത്രയെത്ര മിടുക്കര് ഈ ലിസ്റ്റിൽ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ പേര് നമുക്ക് എടുത്തു പറയാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേരെ ഒളിമ്പിക്സിലേക്ക് വിട്ട് ഇന്ത്യയുടെ യശസ് ആഗോള തലത്തിൽ ഉയർത്തി, കേരളത്തിന്റെ യശസ്സും ഉയർത്തിയ മഹാരഥന്മാരും മഹാമിടുക്കികളുമായ ഒരുപാട് പേരുടെ ഒരു ലിസ്റ്റ് നമുക്ക് പുറപ്പെടുവിക്കണം. പക്ഷെ ഈ അടുത്ത നാളിലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം നോക്കുകയാണെങ്കിൽ, ആരെങ്കിലും സ്വന്തം മിടുക്കുകൊണ്ട് നേരത്തെ തന്നെ പ്രതിഭ തെളിയിച്ച് പുറത്തു പോയി മിടുക്കരായി വന്നിട്ടുണ്ടെങ്കിൽ ശ്രീജേഷിനെ പോലെ, അല്ലാതെ ഉള്ളവരൊക്കെ തന്നെ ആരും തന്നെ ഈ രംഗത്ത് കാണാനില്ല. അത് മാത്രവുമല്ല, പലപ്പോഴും ഇങ്ങനെ ഒളിമ്പിക്സ് വരെ പങ്കെടുത്ത കുട്ടികൾ പോലും അവർ തിരിച്ചു വന്നിട്ട് ജോലിയില്ലാതെ ഇരിക്കുകയും വളരെ നിസ്സഹായ അവസ്ഥയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കഥകളൊക്കെ നമ്മൾ ഇതിൽ കാണാറുണ്ട്. അതൊക്കെ നമ്മുടെ സ്പോർട്സ് ലൈഫിന്റെ ആ ഡൈനാമിസം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ തെളിവാണ്. അത് മാത്രവുമല്ല, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സ്കൂൾ തലത്തിൽ തന്നെ നമുക്കറിയാം, ഉച്ചകഞ്ഞിക്ക് പ്രധാനാധ്യാപകർ തെണ്ടി നടക്കുകയാണ്. ഉച്ചകഞ്ഞിക്കുള്ള അരി എവിടെ, വെജിറ്റബിൾസ് എവിടെ? അതിന് പണമില്ല, സർക്കാരിൽ നിന്ന് പണം സമയത്ത് കൊടുക്കില്ല. അത് കാരണം അവരുടെ സ്വന്തം പോക്കറ്റിൽ ഉണ്ടെങ്കിൽ എടുത്തപ്പോ എത്ര ദിവസം എടുക്കും സ്വന്തം പോക്കറ്റിൽ നിന്ന്? അങ്ങനെയാവുമ്പോൾ അവര് PTA വഴിയും അല്ലാതെയും മറ്റുമൊക്കെ തെണ്ടുന്നു എന്ന് തന്നെയാണ് പത്രങ്ങളിലൊക്കെ കാണുന്ന പദപ്രയോഗം. അങ്ങനെയൊക്കെയാണ് സ്കൂൾസിന്റെ ഉച്ചകഞ്ഞി പ്രോഗ്രാം പോലും നടക്കുന്നത്. അത്രയ്ക്കും അധോഗതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന വരുമാനം എവിടെ പോകുന്നു? അതാണല്ലോ CAG എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത്. അതെല്ലാം വകമാറ്റി ചെലവഴിക്കുന്നു. വകമാറ്റി എങ്ങോട്ട് പോകുന്നു? മേ ബി എന്റെ കേരളം പ്രോഗ്രാമിനാകാൻ പോയത്, അല്ലെങ്കിൽ കേരളീയം പ്രോഗ്രാമിനാകാൻ പോയത്, അതും അല്ലെങ്കിൽ നവകേരള സദസ്സിനായിരിക്കാൻ പോയത്.
അതും അല്ലെങ്കിൽ ലോക കേരള സഭ നടത്താനായിരിക്കും എടുത്തത്. അങ്ങനെ എന്തെല്ലാം നമ്മൾ അറിഞ്ഞുള്ള മാമാങ്കങ്ങൾ, കൂടാതെ അറിയാതെ എന്തുമാത്രം മാമാങ്കങ്ങൾ, എത്ര PR വർക്ക് ഏജൻസികൾ ഈ ഗവൺമെന്റിന് മൂന്നാം വട്ടവും ഒന്ന് കടന്നു വരാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി, റീൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളുടെയൊക്കെ തിയേറ്ററിൽ പോയി ഗവൺമെന്റിന്റെ മഹത്വം പ്രഖ്യാപിക്കുന്നു. അവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ. അല്ല, മലയാളികൾ ഇല്ലെങ്കിൽ തന്നെയും ഗവൺമെന്റിന്റെ മഹത്വം പ്രകീർത്തിക്കാമല്ലോ. ഇങ്ങനെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഓർമ്മിക്കണം, നമ്മളൊക്കെ നമ്മുടെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് ആണ് ഇതുപോലെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും, അതായത് സത്യം പറഞ്ഞാൽ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് വേണം ഇതിനെയൊക്കെ കൂടി പറയാനായിട്ട്. കാരണം പറഞ്ഞിരിക്കുന്ന ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല ഇവരാരും ചെയ്യുന്നത്, ഇവർക്കൊക്കെ തോന്നിയതാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്രസ്താവനകൾ കാണാം, എന്താ പറയുക, വ്യാവസായിക രംഗത്ത് വലിയ കുതിപ്പുണ്ടാകാൻ പോകുന്നു, ബ്ലൂ എക്കോണമിയെ വളർത്തിക്കൊണ്ടുവരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എക്കോളജിയെ നന്നാക്കാൻ പോകുന്നു. ഇങ്ങനെ പല പല പ്രസ്താവനകളും കാണാം. അതുപോലെ തന്നെ മന്ത്രി രാജീവ് ആണെങ്കിൽ തുടങ്ങിയ ഈ ഭരണത്തിൽ മന്ത്രിയായി വന്ന കാലം മുതൽ പറയുന്നതാണ് റെഡി ടു ഈറ്റ്, റെഡി ടു കുക്ക് തരത്തിലുള്ള ബയോ ഇൻഫോ പാർക്കുകൾ കൊണ്ടുവരുമെന്ന്. അതുപോലെ തന്നെ എല്ലാ ക്യാമ്പസുകളിലും സ്റ്റാർട്ടപ്പുകൾ കൊണ്ടുവരുമെന്ന് ഇപ്പോഴും വീണ്ടും പറഞ്ഞിരിക്കുക. കുറെ കോളേജുകളുടെ പേര് പറഞ്ഞിരിക്കുക സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ട്. പക്ഷെ ഒന്നും ഇനി 6 മാസം കൊണ്ട് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുമോ? ഒന്നും ഈ പറയുന്നതൊക്കെ അല്ലാതെ പ്രോമിസസ് ധാരാളം, പക്ഷേ മാനിഫെസ്റ്റേഷൻസ് 0. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഈ പറയപ്പെട്ട ചരിത്രത്തിലേക്ക് ഒരു കുതിപ്പായിട്ട്. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാ ചെയ്തിരിക്കുന്നത്? അതായത് ഇതുവരെ ഇല്ലാതിരുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പേരെഴുതിയ ഒരു സ്വർണ്ണ കപ്പ്. അതാണ് ഇനി ഈ ഭരണത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഖ്യാതി എന്നെന്നും നിലനിൽക്കണം. മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ്. അപ്പൊ ഓരോ പ്രാവശ്യം വരുമ്പോഴും മുഖ്യമന്ത്രിമാര് മാറുമ്പോൾ ആ പേരിനനുസരിച്ച് സ്വർണ്ണക്കപ്പ്. ഏതായാലും ഒരു ആദ്യമായിട്ട് സ്വർണ്ണക്കപ്പ് കൊണ്ടുവരുന്നത് ഇന്ന മുഖ്യമന്ത്രിയാണ് എന്ന പേര് നിലനിൽക്കണം. ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഈ മത്സരത്തിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നമ്മുടെ ഈ ഒളിമ്പിക്സ് പോലെയുള്ള ഈ കുട്ടികളുടെ കായികമേള വളരെ നന്നായി നടക്കട്ടെ. അവിടെ രാഷ്ട്രീയമോ മറ്റൊന്നും വരാതെ തന്നെ നന്നായി നടക്കട്ടെ. പ്രതിഭകൾ തെളിഞ്ഞു വരട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള ആശംസകളോടെ കായികമേളയിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം.